ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിൽ ബെല്ലൊക്കെയുള്ള അതിൽ ഓൾ വരുന്നല്ല പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമ്മൾ രാവിലെ തന്നെ നെയ്യിൽ പഴം വാട്ടുന്നുണ്ട് ഗായ്സ്. അത് നമ്മൾ കോംപ്ലാനിന് വേണ്ടിയിട്ടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാജ്മ കറി വെക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ചപ്പാത്തിയും ചുടുന്നുണ്ട്. ഞാൻ ചപ്പാത്തി ഇടുന്നതൊന്നും ഡീറ്റെയിൽ എടുത്തിട്ടില്ല. നമ്മൾ രാജ്മ കറിയാണ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിലാണ്. ഈ കറിയിൽ മെയിനായിട്ട് ഓയിലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ജീരകം ഇട്ടിച്ചെന്ന് നല്ല ജീരകമാണ് ഇട്ടിട്ടുള്ളത്. നല്ല ജീരകം പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. അതിൻ്റെ പച്ചച്ചോവ മാറുന്നവരെ നല്ലോണം ഇളക്കണേ ഗായ്സ്. പിന്നെ നമ്മൾ ഉള്ളി അരച്ചത് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ പച്ചച്ചോവ മാറണം, നല്ലോണം പച്ചച്ചോവ മാറണം ഗായ്സ്. അതുവരെ നല്ലോണം ഇളക്കണേ. അതിലേക്ക് നമ്മൾ തക്കാളി അരച്ചത് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ നമ്മളെ പച്ചച്ചോയ മാറുന്നവരെ ഇളക്കണം. പച്ചച്ചോയ മാറുന്നവരെ ഇളക്കണം. അതിലേക്ക് 2 പച്ചമുളക് ഇടുന്നുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾ, അതിലേക്ക് മുളക് പൊടി, പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം മിക്സാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രാജ്മ വേവിച്ചത് ഒഴിക്കുന്നുണ്ട് ഗായ്സ്. ഇത് നമ്മൾ രാജ്മ തലേന്ന് പുതിർത്തിച്ച് വേവിച്ചതാണ്. കുക്കറിൽ ഒരു 3-4 വിസിൽ മതി, അങ്ങനെയൊക്കെ വെന്ത് വരും ഗായ്സ്. നമ്മൾ നല്ലോണം മിക്സാക്കുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഗായ്സ്. നിങ്ങൾക്ക് എത്രയാ ചാറ് വേണ്ടേ? ഉപ്പ് കുറവായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഗായ്സ്. പിന്നെ തിള വന്നതിന് ശേഷം നമ്മൾ ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ കറിയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിയും രാജ്മ കറിയാണ് കൂട്ടി തിന്നുന്നത് ഗായ്സ്. എന്തായാലും നിങ്ങൾ രാജ്മ കറി എന്തായാലും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള കറിയാണ് ഗായ്സ്. നമുക്കത് ചപ്പാത്തിൻ്റെ പരം കൂട്ടാം, ചോറിൻ്റെ പരം കൂട്ടാം, എന്ത് ഡിഷിൻ്റെ പരവും നമുക്ക് ആ കറി കോംബോ ആക്കാം.